കുട്ടികളെയും എല്ലാവർക്കും 24ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ അനുയോജ്യമായ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡിലോ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻ്റഗ്രൽസ് കുറേയേറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി ഈ വീഡിയോ ക്ലാസ്സിലൂടെ വീണ്ടും നമ്മൾ ഇൻ്റഗ്രേഷൻ തുടരുകയാണ്. അതായത് +1 നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, കുറേയേറെ ട്രിഗണോമെട്രിക് ഫോർമുലകൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ചിലതൊക്കെ ഉപയോഗിച്ചുള്ള ഇൻ്റഗ്രേഷൻ ആണ്. തന്നിരിക്കുന്ന ഇൻ്റഗ്രൻറ്റിനെ നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് മാറ്റിയെടുത്തിട്ട് അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ പേര് ഇവാലുവേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് യൂസിങ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വർഷം കുറേയേറെ ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് പക്ഷേ അത്യാവശ്യം ഇൻ്റഗ്രേഷനകത്ത് അറിഞ്ഞിരിക്കേണ്ടുന്നതായ ചില ഫോർമുലകളുടെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി അയച്ചുകൊള്ളാം. തൽക്കാലം ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം. അത്യാവശ്യം എല്ലാം വന്നിട്ടില്ല. നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ ആവശ്യമുള്ള ഐഡന്റിറ്റീസ് മാത്രം. sin square x = 1 - cos 2x/2. ഇത് കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്ക് നോക്കിയാൽ ഇത് കാണാം. ഇതിനെ നിങ്ങൾ പഠിച്ചത് ഇതെങ്ങനെയായിരിക്കും? ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 sin square x = 1 - cos 2x പഠിച്ചിട്ടില്ലേ? 1 - cos 2x = 2 sin square x. അതിനൊന്ന് മോഡിഫൈ ചെയ്തതേ ഉള്ളൂ. ആ 2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. എക്സ് ഇട്ട് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം. ചിലപ്പോൾ അത് 8 ഒക്കെ ആയിരിക്കും കേട്ടോ. അതനുസരിച്ച് മാറ്റിക്കണം. ഞാനിപ്പോൾ എക്സ് ഇട്ട് പഠിപ്പിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വീണ്ടും പഠിപ്പിച്ചിട്ടായിരുന്നു 1 + cos 2x ഫോർമുല എന്തായിരുന്നു? 2 cos square x അല്ലായിരുന്നു. അപ്പം cos square x ആണെങ്കിൽ 1 + cos 2x / 2. tan square x = c square x നമ്മൾ ഓൾറെഡി ചെയ്തു. കുറെ tan square എന്ന ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ c² - 1 എഴുതുന്ന ഓൾറെഡി പഠിപ്പിച്ചു കേട്ടോ. അതിനെ ഒന്നും കൂടി എഴുതിയേ ഉള്ളൂ. അതുപോലെ cot square x ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ cosec square x - 1 എഴുതിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ sin 2x എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ്. രണ്ട് ഫോർമുലകളും ഉണ്ട്. ആദ്യത്തെ ഫോർമുല 2 sin x cos x, രണ്ടാമത്തെ ടാനിലുള്ള ഫോർമുല. അത് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആവശ്യമുള്ള ഒരു ഫോർമുലയാണ് sin 2x = 2 sin x cos x. അല്ലെങ്കിൽ sin x cos x മാത്രമുള്ളെങ്കിൽ എന്ത് ചെയ്യും? ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. sin 2x/2 എന്നൊക്കെ എഴുതാമെന്ന്. അതാണ് അതിന്റെ തിരിച്ച്. ഇനി അടുത്ത sin cube x. sin cube x വരുന്ന ഫോർമുല ഏതാ? +1 പഠിച്ച sin 3x sin 3x 3 sin x - 4 sin cube x. ഓർക്കുന്നുണ്ടോ? sin 3x ന്റെ ഫോർമുല എന്താണ്? 3 sin x - 4 sin cube x വരുന്നുണ്ട്. അതിൽ നിന്ന് sin cube x നെ വേർതിരിച്ചെടുത്താൽ ഇങ്ങനെ തന്നെ പഠിക്കാം. നിങ്ങൾ sin 3x ന്റെ ഫോർമുലയിൽ നിന്ന് sin cube x നെ വേർതിരിച്ചെടുത്താണ്. 3 sin x - sin 3x whole / 4 ഇങ്ങനെ തന്നെ പഠിക്കുക. കാരണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉടനെ ചെയ്യുന്നുണ്ട് നമ്മൾ. അടുത്തത് cos cube x. cos cube x വരുന്ന ഫോർമുല ഏതാ? +1 പഠിച്ചത് cos 3x അല്ലേ? 4 cos cube x - 3 cos x എന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. അതിൽ നിന്നും cos cube x നെ വേർതിരിച്ചെടുത്താൽ ഇങ്ങനെ കിട്ടും. 3 cos x + cos 3x whole / 4. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആണ് കേട്ടോ. ആ വ്യത്യാസമൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ +1 പഠിച്ചിരുന്നത് പഠിച്ചോളൂ. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തൊക്കെ എടുക്കാം. ഇങ്ങനെ പഠിച്ചാൽ നല്ലതാണ്. പിന്നെ sin a cos b. sin a cos b അത് ഞങ്ങൾ പഠിച്ചത് നിങ്ങൾ പഠിച്ചത് 2 ക്രോസ് മൾട്ടിപ്ലൈ 2 sin a cos b അല്ലെങ്കിൽ 2 sin x cos x 2 sin x cos y എന്നൊക്കെ ആയിരിക്കും കഴിഞ്ഞ വർഷം പഠിപ്പിച്ച. അക്ഷരം ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു. ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ തന്നെ 2 sin a cos b എന്ന് എഴുതുക. 2 sin a cos b എങ്ങനെയാണ്? sin a + b + sin a - b. പക്ഷെ നമുക്കിവിടെ ആവശ്യം വരുന്നത് sin a cos b മാത്രമേ വരുള്ളായിരിക്കും. അപ്പോൾ ആ 2 കൊണ്ട് ഡിവൈഡ് 1/2 ഇൻറ്റു ബ്രാക്കറ്റില് sin a + b + sin a - b. അതുപോലെ 2 cos a cos b ഓർത്ത് നോക്കി. +1 പഠിച്ച ഫോർമുല ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചത് എങ്ങനെയാണ്? 2 cos a cos b എന്തിനു തുല്യമാണ്? cos a + b + cos a - b അല്ലേ? അപ്പോൾ വെറും cos a cos b എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1/2 ഇൻറ്റു cos a + b + cos a - b. അതുപോലെ അടുത്തത് -2 sin a sin b. കഴിഞ്ഞ വർഷം പഠിച്ച ഓർത്തേക്ക് -2 sin a sin b. ഒരെണ്ണത്തിന് മാത്രമേ മൈനസ് ഉണ്ടായിരുന്നുള്ളൂ. -2 sin a sin b എന്നുള്ളത് cos a + b - cos a - b ആയിരുന്നു. അതുകൊണ്ട് sin a sin b എന്ന് പറഞ്ഞാൽ -2 കൊണ്ട് ഡിവൈഡ്. അപ്പം 1/-2 അല്ലെ -1/2 ഇൻറ്റു cos a + b + cos a - b. ഇനി വീണ്ടും ഒരെണ്ണോടെ അറിഞ്ഞിരിക്കുക. 2 cos a sin b പഠിച്ചില്ല. രണ്ടാമത്തെ ഫോർമുല 2 cos a cos sin b എന്തായിരുന്നു? sin a + b - sin a - b ആയിരുന്നു. അതുകൊണ്ട് cos a sin b രൂപത്തിൽ കണ്ടാൽ അതിനെ 1/2 ഇൻറ്റു sin a + b - sin a - b. ഇനിയും ഞാൻ പറഞ്ഞല്ലോ ധാരാളം ഫോർമുല ഉണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ള ഇന്റഗ്രേഷൻ ആവശ്യമുള്ള കുറച്ച് ഫോർമുലകൾ മാത്രമേ ഞാനിവിടെ കാണിച്ചുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഈ ഇപ്പോൾ കാണിച്ച ഫോർമുലകൾ ഉപയോഗിച്ചുള്ള ചില പ്രോബ്ലംസ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള
Exercise 7.3. Exercise 7.3. ചോദ്യം ഇതാണ്. Find the integrals of the following functions. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലും ചില കോംപ്ലിക്കേറ്റഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ലാത്ത അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചില കോംപ്ലിക്കേറ്റഡ്, പക്ഷെ അത് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി അയച്ചുള്ള ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം. എല്ലാവരും ഇതെല്ലാം കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എല്ലാവരും പഠിക്കുക. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളെ ചെയ്യിപ്പിക്കാം. 7.3 ആദ്യത്തെ ചോദ്യം ഇതാണ്. സൈൻ സ്ക്വയർ 2x plus 5 ആണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ചോദ്യം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു, അതിനൊന്നും മാറ്റമൊന്നുമില്ല. I is equal to integral of എന്ന് പറഞ്ഞിട്ട് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. അപ്പൊ നമ്മൾ പഠിച്ച ഫോർമുലയിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞൊരു ഫോർമുല ഉണ്ടല്ലോ, സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടായിരുന്നത്. ഇവിടെ എഴുതാം. സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x. ഇവിടെ എക്സ് ആണ്. 2x ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് കേട്ടോ, ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന് പകരം 2x plus 5 ആണെന്നുള്ളത്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് ഇതിനൊന്ന് മാറ്റിയെടുത്തേ പറ്റുള്ളൂ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x by 2 എന്ന ഫോർമുല ഉപയോഗിച്ച് ഇതിനെ ആ രൂപത്തിൽ നിന്ന് മാറ്റിയെടുത്തേ. ഇന്റഗ്രൽ ഓഫ് പറഞ്ഞോളൂ 1 മൈനസ് കോസ് 2 ഇൻറ്റു അല്ലെ 2 ഇൻറ്റു 2x plus 5. നിങ്ങളത് മനസ്സിലായ 4x plus 10 നേരെ എഴുതാം കേട്ടോ. 4x plus 10 എഴുതിയാൽ മതി. ഹോൾ ഡിവൈഡ് ബൈ 2 മാറ്റമില്ല. ഇൻറ്റു ഡി എക്സ്. ഇനി നോക്കുക, ഇതിന് വേണമെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ 2 എന്നുള്ള 1/2 വെളിയിലേക്ക് എടുക്കാൻ പാടില്ലേ? വേണമെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് കോസ് ഈ 2 അകത്തേക്ക് വിളിച്ച് പറഞ്ഞേ 4x plus 10 എന്ന് എഴുതാം ഇൻറ്റു dx. മനസ്സിലായോ ഈ സ്റ്റെപ്പ്? ഹോൾ ഡിവൈഡ് ബൈ 2 വന്നുള്ള 1/2 വെളിയിൽ ഇട്ടു. 1 മൈനസ് കോസ് 4x പ്ലസ്. ഇനി നോക്കിക്കോ, ഓരോ ടേമിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പരുവത്തിനല്ലേ 1/2 വെളിയിൽ കിടക്കട്ടെ. 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു x എന്താണ്? x അല്ലെ x മൈനസ് ഇത് ഏത് രൂപത്തിലാണ്? കോസ് ax പ്ലസ് b. കോസ് x ന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ x അല്ലെ. അപ്പൊ x ന് പകരം ax പ്ലസ് b കൊടുക്കുമ്പോൾ ഫോർമുലയിൽ വരുന്ന മാറ്റം എന്താണ്? 1/4 അല്ലെ ഇൻറ്റു സൈൻ ഓഫ് 4x പ്ലസ് 10 കഴിഞ്ഞു. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. അവസാനം വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടുക. കണ്ടോ, എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് ട്രിഗ്നോമെട്രിക്ക്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ എക്സർസൈസ് ചെയ്യാൻ പോകുന്നത്. ട്രിഗ്നോമെട്രിക്ക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് മാറ്റിയെടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇന്റഗ്രൽസ് കേട്ടല്ലോ. അടുത്ത ചോദ്യം നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. സൈൻ 3x ഇൻറ്റു കോസ് 3x ഇന്റഗ്രേറ്റ് ചെയ്യാം. കോസ് 4x സൈൻ 3x കോസ് 4x ആണ് കേട്ടോ. ഇത് രണ്ടിനാണ്. അപ്പൊ ഇത് ഏത് ഫോർമുല വെച്ചാണ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ആദ്യമേ സാധാരണ ചെയ്യുന്ന പോലെ I is equal to integral of this dx എന്ന് എഴുതി. അപ്പൊ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഇത് ഏത് രൂപത്തിലാണ്? സൈനെ കോസ് ബി. സൈനെ കോസ് ബി രൂപത്തിലല്ലേ? എന്താണ് സൈൻ? ഞാനിവിടെ തൽക്കാലം ഇവിടെ എഴുതാണ്. സൈനെ കോസ് ബി എന്നാൽ എന്താണ്? 1/2 കഴിഞ്ഞ ബ്രാക്കറ്റില് 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്നൊരു ഫോർമുല ഉണ്ട് കേട്ടോ. അത് ഓർമ്മ വരണം. ഇന്നത് എന്നാൽ ഇന്നൊരു ഫോർമുല വെച്ച് മാറ്റിയെടുക്കണം. സൈൻ എ കോസ് ബി രൂപത്തിലാണ്. സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ 1/2 കഴിഞ്ഞ് വലിയ ബ്രാക്കറ്റ് ഇടുക. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ആണ്. ഈ ഫോർമുല ഉപയോഗിച്ച് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രൽ ഓഫ് 1/2 ഇൻറ്റു അതുപോലെ തന്നെ സൈൻ ഓഫ് 3x പ്ലസ് 4x 7x നേരിട്ട് എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെ മുഴുവൻ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. പ്ലസ് സൈൻ എ മൈനസ് ബി സൈൻ 3x മൈനസ് 4x. അപ്പൊ എത്ര സൈൻ മൈനസ് എക്സ് എന്ന് എഴുതാം. ഏതാലോ ഇൻറ്റു ഡി എക്സ്. മനസ്സിലാക്കുക. അപ്പൊ പ്രോഡക്റ്റിന് രണ്ടെണ്ണത്തിന്റെ സമമാക്കില്ല. കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ തന്നെ ഹെഡ് ചെയ്യുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റിനെ സമമാക്കുന്ന അല്ലെങ്കിൽ ഡിഫറൻസ് ആക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വർഷം ഹെഡിങ് എഴുതി തന്നിരിക്കുന്നത്. ഇത് ഓർത്തോളം ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടവർക്കൊക്കെ യൂസ്ഫുൾ ആണിത്. വീണ്ടും ഇവിടെ 1/2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ബ്രാക്കറ്റില് സൈൻ 7x അതുപോലെ കിടക്കട്ടെ. ഈ സൈൻ മൈനസ് എക്സ് എന്താണ്? പഠിച്ചില്ലേ? സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് പഠിച്ചിട്ടില്ലേ? മൈനസ് സൈൻ എക്സ് എന്ന് ഒക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആംഗിൾസിന്റെ മൈനസ് പഠിച്ചു. അപ്പൊ പ്ലസ് മൈനസ് അത് മൈനസ്. ഇനി നോക്കിക്കേ, ഇനി ഞാനിവിടെ സ്റ്റെപ്പ് എഴുതുന്ന കാര്യമുണ്ടോ? ഇതിൽ ഓരോ ടൈം അകത്തുള്ള ഓരോ ടൈമിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പരുവത്തിനല്ലേ? എന്താണെന്ന് പറയാമോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇവിടെ എഴുതിയേക്കാം വേണമെങ്കിൽ. സൈൻ 7x സൈൻ എക്സ് പ്ലസ് ബി രൂപത്തിലല്ലേ? സൈൻ എക്സിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് എക്സ് ആയതുകൊണ്ട് എക്സിന് പകരം 7x വരുമ്പോൾ ഫോർമുലയിൽ വരുന്ന മാറ്റം മൈനസ് 1/7 അല്ലെ ഇൻറ്റു കോസ് 7x മൈനസ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ വീണ്ടും മൈനസ് കോസ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഈ മൈനസ് മൈനസ് എന്നുള്ളത്
പ്ലസ് ആക്കി എഴുതാം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇവിടെ ഒന്നുകൂടി എഴുതാം. 4 ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് ഓഫ് 2x plus 1. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. സൈൻ ക്യൂബ് ഓഫ് എന്നുള്ളതാണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സാധാരണ ഇതുപോലെ നമുക്ക് i is equal to ഇന്റഗ്രൽ ഓഫ് ദിസ് സൈൻ ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ ഏത് ഫോർമുല വെച്ച് മാറ്റണം? ഞാൻ ആ കുറച്ച് മുമ്പ് കാണിച്ച ഫോർമുല ലിസ്റ്റ് കിടപ്പുണ്ട്. സൈൻ ക്യൂബ് എവിടെ എഴുതിയിടാം? സൈൻ ക്യൂബ് അതൊക്കെ ബുക്കിൽ എഴുതണം, എഴുതി പഠിക്കണം. സൈൻ ക്യൂബ് എക്സ് ഈസ് ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഹോൾ ഡിവൈഡ് ബൈ 4. ഇങ്ങനെ തന്നെ പഠിക്കാം. ഇത് ഏത് ഫോർമുലയിൽ നിന്നും കിട്ടിയതാണ്? പ്ലസ് 1 സൈൻ 3x എന്നുള്ള ഫോർമുലയിൽ നിന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാണ്, റീഅറേഞ്ച് ചെയ്ത് എടുത്തതാണ് സൈൻ ക്യൂബ് എന്നുള്ളത്. അപ്പൊ ക്യൂബ് കണ്ടാൽ ഇതുപോലെ മാറ്റിയെടുക്കുക, സ്ക്വയർ കണ്ടാൽ അത് എഴുതുക. സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഫോർമുലയൊക്കെ ലിസ്റ്റ് ആദ്യം തന്നെയുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ സൈൻ ക്യൂബ് ഈ ഫോർമുലയിൽ നിന്ന് മാറ്റിക്കുകയും ഇതിനെ എക്സിന് പകരം 2x പ്ലസ് ആണ്, ഈ ഫോർമുലയിൽ നിന്ന് മാറ്റുക. 3 ഇൻറ്റു ഇന്റഗ്രൽ ചിഹ്നം കിടക്കട്ടെ, സൈൻ ഓഫ് എക്സിന് പകരം 2x plus 1 ആണ്. 3 sin 2x plus 1 മൈനസ് സൈൻ 3 ഇൻറ്റു എക്സിന് പകരം 2x plus 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഡി എക്സ്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് എക്സിന്റെ സ്ഥാനത്ത് 2x plus 1 കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മാറ്റിയെടുത്ത് ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഓരോ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ എന്ത് പുറത്തേക്ക് എടുക്കാം? ഹോൾ ഡിവൈഡ് ബൈ 4 ആയിരുന്നു, വേണം 1/4 വെളിയിൽ എടുക്കാം അല്ലേ? ഇന്റഗ്രൽ ഓഫ് ബാക്കി ഇവിടെ എന്തുണ്ട്? 3 ഇൻറ്റു സൈൻ 2x പ്ലസ് 1, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. മൈനസ് ഇവിടെ വേണമെങ്കിൽ സൈൻ 3 അകത്തേക്ക് വിളിക്കും, ഇവിടെ 3 ഇൻറ്റു അല്ലേ, അപ്പൊ 6x പ്ലസ് 3 എന്ന് എഴുതാം ഇൻറ്റു ഡി എക്സ്. ഇനി നോക്കിക്കേ, ഈ ബ്രാക്കറ്റിലുള്ള ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ? 3 കോൺസ്റ്റന്റ് കിടക്കട്ടെ. സൈൻ എക്സ് പ്ലസ് ബി രൂപത്തിലെ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് എന്നതുപോലെ സൈൻ 2x പ്ലസ് 1 എന്തായിരിക്കും? മൈനസ് 1/2 മൈനസ് 1/a ഇൻറ്റു കോസ് ഓഫ് 2x പ്ലസ് 1 മൈനസ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ വീണ്ടും മൈനസ് വരും അല്ലെ, ഒരു മൈനസ് 1/6 കോസ് 6x പ്ലസ് 3 അവസാനം പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെ ആണെങ്കിൽ മൈനസ് മൈനസ് ഒക്കെ പ്ലസ് ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്റഗ്രേഷനൊക്കെ ഫോർമുല അറിയാവുന്നവർക്ക് മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻ 5 സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ആണ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിരുന്നു. ഇടയ്ക്കുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുള്ളൂ, ചിലതൊക്കെ ഹോംവർക്കും തരും. അപ്പൊ ഇതിനെ i is equal to ഇന്റഗ്രൽ ഓഫ് ദിസ് dx എന്നുള്ളത്. ഇത് 2 ക്യൂബ് ആണ് കേട്ടോ, രണ്ടിന്റെയും പവർ 3 ആണ്. അപ്പൊ നമുക്ക് ഒറ്റ ക്യൂബിൽ ഒതുക്കാൻ കഴിയും. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ദ ഹോൾ ക്യൂബ് ഡി എക്സ് എന്ന് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, രണ്ടും സെയിം പവർ ആയതുകൊണ്ട്. ഇനി വീണ്ടും ഇതെങ്ങനെ? സൈൻ എക്സ് കോസ് എക്സ് നിങ്ങൾക്കറിയാം. 2 sin x കോസ് എക്സ് എന്താണ്? സൈൻ 2x അല്ലേ അല്ലെ? സൈൻ 2xന്റെ ഫോർമുല എന്താണ്? 2 sin x കോസ് എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ട വെറും സൈൻ എക്സ് കോസ് എക്സ് ഉള്ളു. അപ്പൊ എന്ത് കിട്ടും? സൈൻ 2x ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാമല്ലോ, ദ ഹോൾ ക്യൂബ് അതുപോലെ എടുക്കട്ടെ കേട്ടോ, ഇൻറ്റു ഡി എക്സ്. മനസ്സിലായോ നോക്കാം. 2 sin x കോസ് എക്സ് ആണെങ്കിൽ സൈൻ 2x, അതുകൊണ്ട് സൈൻ എക്സ് കോസ് സൈൻ 2x ബൈ 2 ദ ഹോൾ ക്യൂബ്. അപ്പൊ ഇതിനെങ്ങനെ കിട്ടും? 1/8 വെളിയിൽ എടുക്കാൻ പാടില്ലേ, 2ന്റെ ക്യൂബ് 8, അത് വെളിയിലേക്ക് ഇന്റഗ്രൽ ഓഫ് പിന്നെ ഇതിനെങ്ങനെ ഇന്റഗ്രൽ ഓഫ് സൈൻ ക്യൂബ് 2x താഴോട്ടോ. ഇവിടെ വീണ്ടും 2x ക്യൂബ് ചെയ്യരുത്, ഈ ക്യൂബ് എന്ന് പറയുന്നതിന്റെ ഇടയിലേ വരാവുള്ളൂ, ഇൻറ്റു ഡി എക്സ്. വീണ്ടും എങ്ങനെയാ? കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, സൈൻ ക്യൂബ് അല്ലേ? സൈൻ ക്യൂബ് ഫോർമുല ലിസ്റ്റ് കിടപ്പുണ്ട്, നോക്കിയോണം. ഫോർമുല ലിസ്റ്റ് സൈൻ ക്യൂബിന്റെ ഫോർമുല എന്താണ്? ഇത് ചിഹ്നം അതുപോലെ എടുക്കട്ടെ. 3 sin x ആണ് സൈൻ ക്യൂബിന്റെ ഫോർമുല. 3 sin x എന്ന് പറയുന്ന പോലെ 3 sin 2x മൈനസ് സൈൻ 3x ആണ്. സൈൻ 3 ഇൻറ്റു 2x ഹോൾ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ഡി എക്സ്. ആ ഫോർമുല നോക്കിയോണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകാതൊരു നോട്ടിലെ ഫോർമുല നോക്കുക. സൈൻ ക്യൂബ് എക്സിന്റെ ഫോർമുല ഉണ്ട്. 3 sin x മൈനസ് സൈൻ 3x ഹോൾ ഡിവൈഡ് ബൈ എന്നൊരു ഫോർമുല അത് കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് ആ എക്സിന്റെ സ്ഥാനത്ത് 2x കൊടുത്ത് ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് ഇതിന് വീണ്ടും 1/32 എന്ന് നമ്മൾ 8/4 അല്ലെ, രണ്ടോട് ഒരുമിച്ച് ഇടാം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇതിനെ അതുപോലെ 3 sin 3x 3 sin 2x മൈനസ് sin 6x 3 into 2x 6x എഴുതാം ഇൻറ്റു ഡി എക്സ്. ഇനി നോക്കിക്കേ, ഈ ബ്രാക്കറ്റിൽ കാണുന്ന ഓരോന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പരുവത്തിനല്ലേ. 1/32 ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? 3 ഇൻറ്റു മൈനസ് 1/2 കോസ് 2x മൈനസ്
മൈനസ് 1/6 cos 6. അപ്പം കഴിഞ്ഞില്ല ഫൈനൽ. അത് ഞാൻ ഇവിടെ എഴുതേണ്ട കാര്യമില്ലല്ലോ, അറിയാം. ഇനി അടുത്ത ചോദ്യം 8. ഞാൻ ഇത്തിരി സ്പീഡിൽ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്റഗ്രേറ്റ് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനൊക്കെ രണ്ട് തരത്തിൽ ചെയ്യേണ്ടത്. നമുക്ക് പല രീതി ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള രീതി ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഓരോ രീതി ചെയ്യുമ്പോൾ ഓരോ തരത്തിലായിരിക്കും ആൻസർ കിട്ടുക. അത് കുഴപ്പമില്ല, ഏത് രീതിയിൽ വേണമെങ്കിലും ആൻസർ കിട്ടിയാൽ കുഴപ്പമില്ല. പ്രൂവ് ചെയ്യാനൊന്നും അല്ല, അതിന്റെ ഇന്റഗ്രൽ കണ്ടപ്പോൾ ഏത് ആൻസർ കിട്ടിയാലും മെത്തേഡ് ശരിയായിരുന്നാൽ മതിയാവും. അപ്പോൾ ചോദ്യം 8, I is equal to integral of this. ഇത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, 1 മൈനസ് കോസിനും 1 പ്ലസ് കോസിനും ഫോർമുല കഴിഞ്ഞ വർഷം പോലെ ആവർത്തിച്ച് പറയുന്നതാണ്. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇവിടെയുള്ളതിന്റെ പകുതിയാണ് ഇവിടെ. ഇവിടെ 1 മൈനസ് കോസ് 2x ആണെങ്കിലോ, ഇവിടെ 2x ആണ്. ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ പറഞ്ഞത്. ഇവിടെ 2x ആണെങ്കിൽ 1 മൈനസ് കോസ് 2x ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് ആ വരുന്നത്. ഇവിടെ വെറും എക്സ് അല്ല, അപ്പൊ അതിന്റെ പകുതി വേണം ഇവിടെ കൊടുക്കാനായിട്ട്. 1 മൈനസ് കോസ് എക്സ് ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 പ്ലസ് കോസ് എക്സ് ആണെങ്കിലോ ഓർത്ത് നോക്കിയേ, 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ആ ഫോർമുല അറിയാൻ പാടില്ലാത്തവരൊക്കെ അത് പഠിക്കട്ടെ. അല്ലാണ്ടും അത് അറിയാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. അവര് പഠിക്കാതിരിക്കാന്നുള്ളതേ ഉള്ളൂ ഓപ്ഷൻസ്. പഠിച്ചവർ മാത്രം പഠിക്കുക, ഫോർമുലകളൊക്കെ അറിയാവുന്നവർ മാത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് എക്സ് എന്നുള്ളതിനെ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്നുള്ളത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു ദിസ്. 2 ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് എന്തോ ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ടാൻ സ്ക്വയർ എക്സ് ബൈ 2. ഓർമ്മ വരുന്നത് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. ടാൻ സ്ക്വയർ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ സീക് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതണം. അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. ടാൻ സ്ക്വയർ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ സീക് സ്ക്വയർ മൈനസ് 1 എഴുതണം. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സിന് വരെ എക്സ് ബൈ 2 മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇനി എന്ന് പറയാ ഓരോ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പരുവത്തിനല്ലേ. സീക് സ്ക്വയർ ഫംഗ്ഷൻ ഇന്റഗ്രൽ നമുക്ക് അറിയാലോ, ടാൻ എക്സ് അല്ലേ. ഇവിടെ എക്സിന് പകരം എന്താണ്? സീക് സ്ക്വയർ എക്സ്. എക്സിന് പകരം 1/2 ആ. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2, 2 അല്ല 1/2 ആ. സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ടാൻ എക്സ് അല്ലേ. അപ്പൊ എക്സിന് പകരം എ എക്സ് പ്ലസ് ബി കൊടുത്താൽ ഫോർമുലയിൽ വരുന്ന മാറ്റം എക്സിന്റെ കോഎഫിഷ്യന്റ് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയാമോ? 1/aക്ക് വരും 1/1/2 എന്ന് വരും. 1/a ഓർക്കുന്നുണ്ടല്ലോ. 1/a ഇവിടെ a എന്ന് പറഞ്ഞാൽ 1/2 ആണ്. വീണ്ടും പറയാണ് എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2 ആണ്. അപ്പൊ 1/a എന്നുള്ള 1/1/2 2 എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു ടാൻ എക്സിന് പകരം എക്സ് ബൈ 2 മൈനസ് 1ന്റെ ഇന്റഗ്രൽ എത്രയായിരിക്കും? എക്സ്. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. പ്ലസ് 1/1/2 നമുക്ക് എന്താണ്? 2 എന്ന് എഴുതാലോ. 2 ടാൻ എക്സ് ബൈ 2 മൈനസ് എക്സ് പ്ലസ്. ഇതാണ് എന്റെ ഫൈനൽ ആൻസർ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതും ഇതിനോട് സാമ്യമുള്ള ചോദ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുമായിട്ട് മാറിപ്പോകരുത്. ഇത് വെറും കോസ് എക്സ് മാത്രം, മുകളിൽ താഴെ 1 പ്ലസ് കോസ് എക്സ് ആണ്. അപ്പൊ ഇതിനെ ആദ്യമേ നമ്മൾ സാധാരണ ഇതുപോലെ I is equal to integral of this എഴുതി. ഇത് വന്നാൽ മുകളിൽ ഈ കോസ് എക്സിനെ നമുക്ക് ഈ 1 പ്ലസ് കോസ് എക്സിന്റെ രൂപത്തിൽ എഴുതാം. അങ്ങനെ രണ്ട് തരത്തിൽ ചെയ്യാം, പലതരത്തിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഡിനോമിനേറ്റർ പോലെ മുകളിൽ നിന്നാക്കി 1 പ്ലസ് കോസ് എക്സ് മൈനസ് 1 എഴുതാൻ പാടില്ലേ. ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം. ഇൻറ്റു ഡി എക്സ് എടുക്കട്ടെ. ഇനി ഇതിന് ഓരോന്നിനും ഡിനോമിനേറ്റർ ഉണ്ട്. ഇത് ഒന്നാം പദമായിട്ട് പരിഗണിക്കും. ബ്രാക്കറ്റിലുള്ളതോ ഒരു പദമായിട്ട് പരിഗണിക്കാം. ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും 1 പ്ലസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് 1 എഴുതാം. മൈനസ് 1 ബൈ 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എഴുതാമല്ലോ. എഴുതാം. ഇനി നോക്കാം, 1നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. 1 ഇന്റഗ്രൽ ഓഫ് 1 നമുക്കറിയാം. പക്ഷെ 1/1 പ്ലസ് കോസ് എക്സിനെ ഇനി ലഘൂകരിക്കണം. അതിന് ഫോർമുല ഉണ്ടല്ലോ. ഫോർമുല ലിസ്റ്റ് നോക്കിക്കോണം. എന്താ 1 പ്ലസ് കോസ് ഇത്തിരി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തല്ലേ. 1 പ്ലസ് കോസ് എക്സ് എന്നുള്ളത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എഴുതാമല്ലോ. അത് പെട്ടെന്ന് ഓർമ്മ വരണം കേട്ടോ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 1. തൽക്കാലം അതുപോലെ കിടക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് 1/1 പ്ലസ് കോസ് എക്സിനെ പകരം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് 1/2 ഇൻറ്റു 1/2 പുറത്തേക്ക് എടുത്താൽ 1 കോസ് സ്ക്വയർ എന്നുള്ള വീണ്ടും എങ്ങനെ എഴുതാം? സീക് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാമല്ലോ. ഇൻറ്റു ഡി എക്സ്. മനസ്സിലായാൽ നമുക്ക് ഇത്രയും മനസ്സിലായത്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പരുവത്തിനാക്കി എടുത്തു. ഇവിടെ 1/2 പുറത്ത് 1 കോസ് സ്ക്വയർ സി സ്ക്വയർ. സി സ്ക്വയറിന്റെ ഇന്റഗ്രൽ നമുക്കറിയാലോ, ടാൻ എക്സ് അല്ലേ. അപ്പൊ ഇനി ഓരോന്നിന്റെ ഇന്റഗ്രേഷൻ പറയാം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മാറ്റി ആൻസർ പറഞ്ഞോളാം. 1നെ വിത്ത് റെസ്പെക്ട് എക്സ് മൈനസ് ഹാഫ് ഇൻറ്റു
സി സ്ക്വയറിന്റെ ഇന്റഗ്രൽ ടാൻ എക്സ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1/2 ആണ് കേട്ടോ. അപ്പൊ 1/a കൊണ്ട് മൾട്ടിപ്ലൈ 1. അപ്പൊ എന്താണ് 1/1/2 ഇൻറ്റു ടാൻ ഓഫ് x/2 പ്ലസ് കോൺസ്റ്റന്റ്. ഇതിനെ 2 വെട്ടിപ്പോകും. അപ്പോൾ x മൈനസ് ടാൻ x/2 പ്ലസ് സി. ഇതാണ് എന്റെ ആൻസർ. മനസ്സിലായി കാണുമെന്ന് വരുന്നു. നമ്പർ 10 ശ്രദ്ധിക്കുക. ഇന്റഗ്രേറ്റ് സൈൻ റൈസ് ടു 4x ആണ്. സൈൻ ക്യൂബ് നമ്മൾ കഴിഞ്ഞു. സൈൻ സ്ക്വയർ എക്സിനെയും സൈൻ ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഫോർമുല ലിസ്റ്റിലുണ്ട്. നേരിടാം. സൈൻ സ്ക്വയറിന്റെ ഫോർമുല ഉണ്ട്, സൈൻ ക്യൂബിനെ മാറ്റാനുള്ള ഫോർമുല ഉണ്ട്. അത് വെച്ച് മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് സൈൻ റൈസ് ടു 4 ആണ്. ഡയറക്റ്റ് ഫോർമുല ആ ഫോർമുല ലിസ്റ്റ് നോക്കിയാൽ എവിടെയും കാണില്ല കേട്ടോ. നിങ്ങളുടെ എഴുത്തന്നിരിക്കുന്ന ഫോർമുല ലിസ്റ്റിൽ സൈൻ റൈസ് ടു 4 ഒരു ഫോർമുല ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം ഇതിനെ? ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഇത്തിരി ലെങ്തി ആണ്. എങ്കിലൊന്നും ചെയ്ത് കാണിക്കാം. ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തേക്കാം ഇവിടെ. അപ്പോൾ I is equal to integral of sin raised to 4x dx എന്നിട്ട് ഇതിനെ ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇൻറ്റു ഡി എക്സ് എഴുതാം അല്ലെ. സൈൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. വീണ്ടും ഈ സൈൻ സ്ക്വയർ എക്സിന്റെ ഫോർമുല ലിസ്റ്റ് കിടപ്പുണ്ട് അല്ലെ. സൈൻ സ്ക്വയർ എക്സിന്റെ ഫോർമുല എന്താണ്? ആ ലിസ്റ്റിലെ ആദ്യത്തെ ഫോർമുല നോക്കുക. 1 മൈനസ് കോസ് 2x ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇന്റഗ്രൽസിനുണ്ട് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നത്. ഇനി വീണ്ടും ഇത് സിംപ്ലിഫൈ ചെയ്യണം, കുറച്ച് സമയം എടുക്കും. താഴത്തെ 2ന്റെ സ്ക്വയർ 1/4 വെളിയിലേക്ക് എടുത്തേക്കാം. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഉണ്ടോ ഈ 2ന്റെ സ്ക്വയർ 4 1/4 വെളിയിൽ എടുത്തു. ഇതിന് വീണ്ടും 1 മൈനസ് കോസ് 2x ഹോൾ സ്ക്വയർ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല ഉപയോഗിക്കുക. a മൈനസ് ബി ഹോൾ സ്ക്വയർ ഉണ്ടോ 1 മൈനസ് കോസ് 2x ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല ഓർക്കുക. എന്താണ്? a സ്ക്വയർ 1 സ്ക്വയർ 1 മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു കോസ്. അപ്പൊ 2 കോസ് 2x പ്ലസ് ബി സ്ക്വയർ പ്ലസ് കോസ് 2x സ്ക്വയർ കോസ് സ്ക്വയർ 2x ഇൻറ്റു ഡി എക്സ് വെളിയിൽ ഡി എക്സ് ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ്. ആദ്യത്തെ രണ്ട് പദങ്ങൾക്ക് പ്രശ്നമില്ല, ഇതിനെ നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പരുവത്തിനായിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ വീണ്ടും കോസ് സ്ക്വയർ വീണ്ടും വരുന്നില്ലേ. അതിന് വീണ്ടും നമ്മുടെ ഫോർമുല ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോർമുല നോക്കുക. കോസ് സ്ക്വയറിന് ഒരു ഫോർമുല എടുത്തിട്ടുണ്ട്. അതിന് അപ്പൊ അത് വീണ്ടും ഇതിനെയും മാറ്റണം. ഇതിനാണ് കുഴപ്പമില്ല, ഇതൊന്നും ചെയ്യണ്ട. നീ 1 മൈനസ് 2 കോസ് 2x അതുപോലെ തന്നെ എഴുതി. പ്ലസ് ഇനി കോസ് സ്ക്വയർ 2x ആണ്. കോസ് സ്ക്വയർ എന്നുള്ളത് ഏതാണ്? ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോർമുല നോക്കുക. എല്ലാവരും ബുക്ക് നോക്കണം. എന്താ? 1 പ്ലസ് കോസ് 2x 2xന് പകരം 2 ഇൻറ്റു 2x ആയിരുന്നു. ഇവിടെ എക്സിന് പകരം 2x ആണ്. കോസ് 2x കോസ് 2 ഇൻറ്റു 2x ഹോൾ ഇത്രയുമാണ്. വര നീട്ടിയിടണം. ബൈ 2 എന്ന് വരും. ഇൻറ്റു ഡി എക്സ് വരും. ഇൻറ്റു ഡി എക്സ് ഉണ്ട്. ഇനി വീണ്ടും നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ രണ്ട് വേണേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 1/4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഈ രണ്ട് ഇങ്ങോട്ട് ഓരോന്നിനെയും കുടിക്കുക. 2 മൈനസ് 4 കോസ് 2x പ്ലസ് ഇത് കുഴപ്പമില്ല 1 പ്ലസ് കോസ് 4x എഴുതാമല്ലോ. ഹോൾ ഡിവൈഡഡ് ബൈ 2. ഈ 2 ഇങ്ങോട്ട് നീണ്ടുണ്ടോ? വര ഇങ്ങോട്ട് നീണ്ടു വരും. 2 ഇങ്ങോട്ട് കോസ് മൾട്ടിപ്ലൈ ഈ വര ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് വീണ്ടും ഒരു 2 കൂടി ഇങ്ങോട്ട് വരും. അപ്പൊ 1/8 വെളിയിൽ വരികയല്ലേ. അതെ 1/8 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ്. ഇനി അകത്തൊന്ന് കൂട്ടി എഴുതിക്കുക. രണ്ടും ഇവിടെ ഒരു 1 കിടപ്പുണ്ട്. അപ്പൊ 3 എഴുതാം. 3 എഴുതാൻ പാടില്ലേ? ഇനി കൂട്ടാവോ? ഇല്ല, ഇനി കൂട്ടാൻ പറ്റുന്നതല്ല. ഇത് -4 കോസ് 2x ഇത് പ്ലസ് കോസ് 4x വരെ അത് അതുപോലെ തന്നെ ഇടാൻ പറ്റുള്ളൂ. അപ്പം അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. -4 കോസ് 2x പ്ലസ് കോസ് 4x ഇൻറ്റു ഡി എക്സ്. ഇനി നോക്കിക്കേ, ഇതിനകത്ത് ഓരോ ടൈമിനെയും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ച ഫോർമുല ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാം അല്ലെ. ഇവിടെയാണ് ഫോർമുലയുടെ ഉപയോഗം വരുന്നത്. അല്ലാണ്ട് ഓരോന്നിനെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഫോർമുലയുടെ ഉപയോഗം വരിക. ഇനി പറഞ്ഞോളൂ, എല്ലാവരും സ്വയം പറഞ്ഞേ. ഇന്റഗ്രേഷന് വേണ്ട ആൻസർ പറഞ്ഞാൽ മതി. 3യുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് 3x അല്ലെ. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് 3 ഇൻറ്റു എക്സ് -4 ഇൻറ്റു കോസ് 2x ഇന്റഗ്രൽ എന്താ? കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്നത് പോലെ എക്സിന്റെ സ്ഥാനത്ത് 2x അല്ലേ. അപ്പം 1/2 സൈൻ 2x പ്ലസ് കോസ് 4x ഇന്റഗ്രൽ എന്താണ്? 1/4 മൈനസ് 1/4 സൈൻ 4x പ്ലസ് സി. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 12. സൈൻ സ്ക്വയർ x ബൈ 1 പ്ലസ് കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മളല്ലേ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ ഓരോ ടൈപ്പാണ് കേട്ടോ. അത് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ, ആഗ്രഹത്തോടെ പഠിക്കുന്നവർക്ക് മാത്രമേ ഇതൊന്നൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവരത് ഉപേക്ഷിക്കാന്നുള്ളതേ നിവൃത്തിയുള്ളൂ. 12ാമത്തെ ചോദ്യമാണ്. അപ്പോൾ I is equal to integral of this dx. പക്ഷെ ഇത് എളുപ്പമാണെങ്കിൽ പോലും നമുക്കത് ഓർമ്മ വരണം. ഇന്ന ചോദ്യം വന്നാൽ ഇങ്ങനെ തുടങ്ങണം എന്നുള്ള ഓർമ്മ. അതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അത് പ്രാക്ടീസിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് സിദ്ധികളൊന്നും പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നും ഇല്ല അവിടെ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ആരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു
തോന്നുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം. സൈൻ സ്ക്വയർ താഴെ 1 + cos x. ഇപ്പൊ സൈൻ സ്ക്വയറിനെ നമുക്ക് വേണമെങ്കിൽ 1 - cos സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. സൈൻ സ്ക്വയർ തീറ്റ = 1 - അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളോ. 1 - cos സ്ക്വയർ ഇതൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേനാണ് ഇങ്ങനെ അതിനാണ് പ്രാക്ടീസ് വേണമെന്ന് പറയുന്നത്. 1 - cos സ്ക്വയർ. ഇനി വീണ്ടും എന്താ ചെയ്യാം, 1 - cos സ്ക്വയർ എക്സിന് 1 സ്ക്വയർ - cos സ്ക്വയർ എന്നുള്ള രൂപത്തിൽ സങ്കല്പിച്ച് ഘടകങ്ങളാക്കാൻ പാടില്ല, ഫാക്ടറൈസ് ചെയ്യാൻ പാടില്ല. a സ്ക്വയർ - b സ്ക്വയർ, a സ്ക്വയർ - b സ്ക്വയർ, 1 സ്ക്വയർ - cos സ്ക്വയർ എക്സ് അല്ലേ. 1 - cos സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്താൽ 1 + cos x ഇൻറ്റു 1 - cos x അല്ലേ. a + b a - b. എന്തിനാ അങ്ങനെ എഴുതുന്നത് മനസ്സിലായോ? അങ്ങനെ താഴെ ഒരു 1 + cos x വേണ്ടി വരും. മിച്ചം വരുന്നതിന് വളരെ എളുപ്പം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അത്രേ ഉള്ളൂ സ്റ്റെപ്പുകൾ, തീർന്നു. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 1 + cos x ഇൻറ്റു 1 - cos x എന്ന് ഫാക്ടറൈസ് ചെയ്യാം, ഘടകങ്ങളാക്കി. ഹോൾ ഡിവൈഡ് ബൈ 1 + cos x ഇൻറ്റു dx. അപ്പൊ ഈ 1 + cos x ക്യാൻസൽ, ബാക്കി വരുന്നത് എളുപ്പമല്ലേ. 1 ന്റെ ഇന്റഗ്രൽ എന്താണ്? x അല്ലെ, വിത്ത് റെസ്പെക്ട് x. മൈനസ് cos x ന്റെ ഇന്റഗ്രൽ sin x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. കണ്ടോ, കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം 14ലേക്ക് വരികയാണ്. ചോദ്യം 14, ഇന്റഗ്രൽ ഓഫ് cos x മൈനസ് sin x ഹോൾ ഡിവൈഡ് ബൈ 1 + sin 2x ആണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. I is equal to ഇന്റഗ്രൽ ഓഫ് ദിസ് dx എന്ന് എഴുതി is equal to ആണ്. ഇവിടെയും വേറെ ഒരു ടൈപ്പ് ആണ് വരുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മുകളിൽ ഒന്നും ചെയ്യണ്ട, cos x മൈനസ് sin x ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ കിടക്കട്ടെ. ഈ 1നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, cos സ്ക്വയർ x പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുന്ന കുഴപ്പമില്ല. അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 അല്ലേ. അത് ഈ ഒരു അങ്ങനെ ചെയ്യാൻ പഠിക്കണം. 1ന് പകരം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ ടു എക്സിനെ എങ്ങനെ എഴുതാം? സൈൻ ടു എക്സ് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല. സൈൻ ടു എക്സ് = 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എഴുതാം. എന്തിനാണെന്നുള്ളത് നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാലേ മനസ്സിലാവും എന്തിനാണ് അങ്ങനെ എഴുതിയത് എന്നുള്ളത്. ഇൻറ്റു ഡി എക്സ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ, ഇത് നോക്കി ഏതൊരു ഐഡന്റിറ്റിയുടെ രൂപത്തിലാണോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab രൂപത്തിലല്ലേ അല്ലേ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ അല്ലെ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എങ്ങനെ എഴുതാം? പ്ലസ് 2ab. അപ്പൊ എന്ത് എഴുതാം? a പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാം? കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പരുവത്തിനാക്കി എടുത്തു കേട്ടോ. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിനെ മാറ്റിയെടുക്കും. ഇതാണ് നമ്മുടെ ഐ കേട്ടോ. ഏതിന് കൊടുത്ത താഴത്തെ ഈ ബ്രാക്കറ്റിൽ കാണുന്ന കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടി എന്ന് കൊടുക്കുക. ഇത് f ഡാഷ് എക്സ് ബൈ എഫ് എക്സ് തരുന്നത്, താഴെ സ്ക്വയർ ഉണ്ട്, അങ്ങനെ പറ്റില്ല. ഈ ബ്രാക്കറ്റിൽ കാണുന്നതിന് ടി എന്ന് എടുക്കാം. ഉടനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് സമം ഇത് തന്നെയല്ലേ മുകളിൽ കാണുന്നത്. മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് തിരിച്ചു കളിക്കാന്നേ ഉള്ളൂ. അപ്പൊ ഇത് മൊത്തം എന്തായിട്ട് പൊക്കോളും? ഈ കാണുന്നത് ഇത്രയും ഭാഗം എന്തായിട്ട് പൊക്കോളും? ഡി ടി ആയി പൊക്കോളില്ലേ. അതുകൊണ്ട് പുതിയ ഇന്റഗ്രൽ ഐ എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ്, ഇതിന് പകരം നമുക്ക് ഡി ടി എടുക്കാം, 1/t² ഇൻറ്റു ഡി ടി. 1/t² ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാവുന്നല്ലേ. എന്താണ് 1/t² മൈനസ് 1/t പ്ലസ് എ, ദാറ്റ് ഈസ് മൈനസ് 1/t സ്ഥാനത്ത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇതാണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെ ചെയ്യാം. Question 15, integrate tan cube 2x into sec 2x ആണ്. I is equal to tan cube 2x into sec 2x dx. അപ്പൊ ഇതും ഒരു ടൈപ്പാണ്, പ്രത്യേക ടൈപ്പാണ്. അപ്പൊ ഇതിന് ടാൻ ക്യൂബ് എന്നുള്ളത് നമുക്ക് രണ്ടായിട്ട് എഴുതാം. ടാൻ സ്ക്വയർ, കാരണം ടാൻ സ്ക്വയർ നമുക്ക് സീക് സ്ക്വയർ -1 എന്ന് എഴുതാമല്ലോ. അപ്പൊ ടാൻ ക്യൂബിന് ഒരു ടാൻ 2x ഞാൻ വേർതിരിക്കുകയാണ്. അപ്പൊ ടാൻ സ്ക്വയർ x 2x അവിടെ കിടക്കട്ടെ, പിന്നെ ഈ സീക് 2x അതുപോലെ തന്നെ കിടക്കും. പിന്നെ നമ്മൾ ഒരു ടാൻ 2x വെച്ച് കിടക്കില്ലേ, അതുകൊണ്ട് അവസാനം ടാൻ 2x ഇൻറ്റു ഡി എക്സ് ഉണ്ടോ. ഇത്രയുമായി. ഇനി വീണ്ടും ടാൻ സ്ക്വയറിനെ എങ്ങനെ എഴുതാമെന്നാ പറഞ്ഞത്? സീക് സ്ക്വയർ -1 അല്ലേ. അപ്പൊ സീക് സ്ക്വയർ 2x -1 ഇൻറ്റു സീക് 2x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ഡി എക്സ്. ഇത് മനസ്സിലായെന്ന് നോക്കാം. ടാൻ സ്ക്വയർ ഈക്വൽ ടു സീക് സ്ക്വയർ -1. ഇതേപോലെ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഏതിന് കൊടുക്കണം? ബ്രാക്കറ്റിലുള്ള മുഴുവൻ വേണ്ട, സീക് 2x മാത്രം, അല്ലെങ്കിൽ സീക് 2x മാത്രം ടി കൊടുത്ത് നോക്കിയാൽ സീക് 2x മാത്രം ടി എന്ന് കൊടുക്കാം. സീക് 2x ടി അല്ലെ സി സ്ക്വയർ 2x -1 കൊടുത്താലും കുഴപ്പമില്ല. സീക് സ്ക്വയർ 2x
അത് സീക്ക് ടു എക്സ് മാത്രം മതി ഈക്വലിറ്റി. സി സ്ക്വയറിന് കൊടുക്കണ്ട, സീക്ക് ടു എക്സിന് മാത്രം, ഈ സീക്ക് ടു എക്സിന് മാത്രം ഡി കൊടുക്കാം. സീക്ക് ടു എക്സിന് ഡെറിവേറ്റീവ് പറയാം, ഉടനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സീക്ക് എക്സിന് ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് അല്ലെ, ഡെറിവേറ്റീവ് ആണ്. അപ്പൊ സീക്ക് ടു എക്സിന് ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് ടു എക്സ് ടാൻ മാത്രം മതിയോ? ഇൻറ്റു ടു എക്സിന് ഒന്നും കൂടി ഇൻറ്റു ടു കൂടി ഇൻറ്റു ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി അല്ലേ. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതായത് ഡിഫറൻഷ്യൽ കൊണ്ട് ഗുണിക്കണം. ഇവിടെ സീക്ക് ടു എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് ടു എക്സ് ടാൻ ടു എക്സ്, ടു എക്സിന് ഒന്നും കൂടി, അപ്പൊ ടു, പിന്നെ അതിന്റെ ഡിഫറൻഷ്യൽ ഡി എക്സ്, ടിയുടെ 1 × dt. ഇത് നമുക്ക് ഇതിലേക്ക് നോക്കിയാൽ എഴുതി ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് സി ഇതേ അവസാനം ഒരു സീക്ക് ടു എക്സ് ടാൻ ടു എക്സ് എടുക്കില്ലേ ഡി എക്സ്, അതിന് പകരം നമുക്ക് 1/2 dt. therefore sec 2x tan 2x dx is equal to half dt. ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് പുതിയ ഇന്റഗ്രൽ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് എടുത്ത് ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ മൈനസ് 1 അല്ലെ, ടി സ്ക്വയർ മൈനസ് 1 ഇതിന് പകരം കൊടുക്കാം ഹാഫ് ഡി ടി. എളുപ്പമായില്ലേ, കാര്യം എളുപ്പമായില്ലേ. 1/2 പുറത്തേക്ക് കിടക്കട്ടെ, ബാക്കിയുള്ളതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് പറയാം. 1/2 പുറത്തെടുത്താൽ ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? ടി ക്യൂബ് ബൈ 3, ടി ക്യൂബ് ബൈ 3 മൈനസ് 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടി ആണ് കേട്ടോ, ടി ആണ്. എക്സ് അറിയാതെ എക്സ് ഇടായിരുന്നു, വിത്ത് റെസ്പെക്ട് ടി ആണ്, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയാൽ മതി. എന്താണ്? ടിയുടെ സ്ഥാനത്ത് സീക്ക് എക്സ് കൊടുത്താൽ ഫൈനൽ ആൻസർ ആയി. അടുത്ത ചോദ്യം 17 ശ്രദ്ധിക്കാം. ചോദ്യം 17, സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവിടെ മുകളിൽ 1/sin സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് അല്ലെ, മുകളിൽ 1 ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏറ്റവും അവസാനം ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1/sin സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് ഓർത്ത് നോക്കി എന്തായിരുന്നു അവിടെ ചെയ്തത്? അപ്പൊ മുകളിലെ 1നെ നമ്മൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എഴുതിയില്ലായിരുന്നു. എന്നിട്ട് മുകളിൽ ഓരോ ടേമിനെയും താഴത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യില്ല. അത് തന്നെ ഇവിടെ പക്ഷെ മുകളിൽ മാറ്റേണ്ട കാര്യമല്ലോ. മുകളിൽ ഓൾറെഡി സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് എടുക്കുന്നുണ്ട്. അവിടെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? ഓരോ ടേമിനെയും അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടിക്കോളൂ. പറഞ്ഞ് ഇതിനെ ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കാണിക്കണം. അന്ന് കഴിഞ്ഞ പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ടോ? ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്താൽ എന്താ? ഇവിടെ വേണേ എഴുതിയേക്കാം, ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയേക്കാം. സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. ബ്രാക്കറ്റ് ഇടണം. ഇനി വെട്ടിപ്പോകാനുള്ളത് വെട്ടിക്കളയാം. സൈൻ സ്ക്വയർ വെട്ടിപ്പോയില്ലേ, ബാക്കി എന്തുണ്ട്? ഒരു സൈൻ എക്സ് മോളിൽ കിടപ്പുണ്ടല്ലേ. അപ്പൊ ഒരു സൈൻ എക്സ് മോളില് താഴെ കോസ് സ്ക്വയർ ഉണ്ട്, അങ്ങനെ കോസ് സ്ക്വയർ ഉണ്ട്. ഇവിടെയോ ഇവിടെ കോസ് സ്ക്വയർ വെട്ടിപ്പോയി, പിന്നെ ഒരു കോസ് എക്സ് മുകളിൽ കിടപ്പുണ്ട് ബൈ സൈൻ സ്ക്വയർ എക്സ് വരികയല്ലേ ഇൻറ്റു ഡി എക്സ്. ഇനി ഇതിനെ വീണ്ടും സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ള ഇത് ഏതോ ഒരു വീഡിയോ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇങ്ങനെ താഴെ സ്ക്വയർ ആണ്, ഒരെണ്ണത്തിന് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് 1/, ഒരു പ്രോബ്ലത്തിന് 2 വീഡിയോ ക്ലാസ് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടോ? താഴെ കോസ് സ്ക്വയർ ഒരു കോസ് എക്സിന് വേർതിരിച്ചെടുക്കാം. അപ്പൊ 1/cos x എഴുതാൻ പാടില്ലേ? ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. ദാറ്റ് ഈസ് 1/cos x ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് ഇവിടെ അതുപോലെ എന്താ ഒരു 1/sin x ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ബാക്കി കോസ് എക്സ് ബൈ സൈൻ എക്സ് മിച്ചം വരും ഇൻറ്റു ഡി എക്സ് ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഇതെന്തായിരിക്കും? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ഉണ്ടോ? ഇന്റഗ്രൽ അറിയാവുന്നല്ലേ. പ്ലസ് 1/sin എന്ന് പറയാം കൊസീക്ക് അല്ലെ, കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് വരും. ഇനിയിപ്പോ നോക്കിയ ബ്രാക്കറ്റിലുള്ള ഓരോ ടേമിന്റെ ഇന്റഗ്രൽ ഡയറക്റ്റ് അല്ലേ. സീക്ക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? സീക്ക് എക്സ് അല്ലെ, സീക്ക് എക്സ് പ്ലസ് കൊസീക്ക് എക്സ് കോട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കൊസീക്ക് അല്ലേ, മൈനസ് ഉണ്ട് ഇവിടെ, മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അങ്ങനെ താല്പര്യത്തോടുകൂടി പഠിച്ചാൽ എളുപ്പമാണ്. Question number 18 sorry 18 integral of cos 2x plus 2 sin square x by cos square x into dx ആണ് കേട്ടോ. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളത്. ഇതും ഒരു വേറെ ടൈപ്പ് ആണ്. ഫോർമുല ഉപയോഗിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ടൈപ്പാണ്? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന ഇന്റഗ്രൽസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വേറെ ഒരെണ്ണമാണ്. ഇവിടെ എല്ലാത്തിനകത്തും ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വരുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ എടുത്തു. ഇനി ഇതിനെ ചെയ്യാവുന്നത് തുടങ്ങി കിട്ടിയാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. തുടക്കമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ അതിന്റെ തുടക്കമാണ് ബുദ്ധിമുട്ട് എല്ലാ ചോദ്യത്തിനും.
cos 2x-ന് 4 ഫോർമുലകൾ പ്ലസ് 1-ൽ പഠിപ്പിച്ചിട്ടുണ്ട്. cos 2a ഓർക്കുന്നില്ല, cos 2x-ന് പ്ലസ് 1-ൽ പഠിച്ച 4 ഫോർമുലകൾ ആദ്യം പഠിച്ചെന്തായിരുന്നു? cos square x മൈനസ് sin square x. ഓർത്ത് നോക്കുക എല്ലാവരും, cos 2x-ന് 4 ഫോർമുലകളുണ്ട്, sin 2x-ന് 2 എണ്ണേ ഉള്ളൂ, cos 2x-ന് 4 ഉണ്ട്. ആദ്യത്തേത് cos square x മൈനസ് sin square x, രണ്ടാമത് 1 മൈനസ് 2 sin square x, 1 മൈനസ് 2 sin square x. ഇവിടെ നോക്കി cos 2x-നെ ഇതായിരിക്കും ശ്രദ്ധിച്ച 1 മൈനസ് 2 sin square x കൊടുത്താൽ മൈനസ് 2 sin square x പ്ലസ് 2 sin square x വെട്ടിപ്പോക്കോടിയല്ലേ, അങ്ങനെ ചിന്തിക്കണം. ഇപ്പൊ ഏതെങ്കിലും കൊടുത്താൽ പോരാ. cos 2x-ന് 1 മൈനസ് 2 sin square x എന്നൊരു ഫോർമുല ഉണ്ട് കേട്ടോ. ഫോർമുല അറിയാവുന്നവർ മാത്രം ചെയ്താൽ മതി, ഇത് അല്ലാത്തവർക്ക് മനസ്സിലാകില്ല. 1 മൈനസ് 2 sin square x പ്ലസ് 2 sin square x, അതുപോലെ തന്നെ എഴുതുക, പ്ലസ് 2 sin square x ഹോൾ ഡിവൈഡഡ് ബൈ cos square x, അത് അതുപോലെ തന്നെ ഇട്ടു, ഇൻറ്റു ഡി എക്സ്. മൈനസ് 2 sin square x പ്ലസ് 2 sin square x ക്യാൻസൽ ആയി പോയി, ബാക്കി എന്ത് വരും? 1 ബൈ cos square ഉള്ളൂ. 1 ബൈ cos square എന്താണ് പിന്നെ sec square വരുന്നുള്ളൂ. കാര്യം എളുപ്പമായില്ലേ? sec square x ഇന്റഗ്രല് tan x പ്ലസ് c കണ്ടോ, എത്രയോ പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷെ തുടങ്ങി കിട്ടിയാൽ എളുപ്പമാണ്. അപ്പൊ cos 2x-ന് 4 ഏതെങ്കിലും കൊടുത്താൽ കിട്ടില്ല, ഇത് തന്നെ കൊടുത്തെങ്കിൽ ഇത് രണ്ടും വെട്ടിപ്പോകും അർത്ഥം. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യത്തിൽ 21 വളരെ, ഇത് എല്ലാം 1 വേർഡിലൊക്കെ ലഭിക്കും, വളരെ എളുപ്പമാണ്, 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഇത് ഇൻവേഴ്സ് കൂടി വരുന്നതാണ്. അപ്പൊ i is equal to 21ാമത്തെ ചോദ്യമാണ്. i is equal to integral of this dx that is equal to, ഇവിടെ നമുക്കറിയാം sin inverse sin x ആണ് x എഴുതാം അല്ലെ, cos inverse cos x ആണ് x എഴുതാം. ഒരു ഇൻവേഴ്സും അതിന് ട്രിഗണോമെട്രികൾ വന്നിട്ട് അത് ക്യാൻസൽ ആയിട്ട് അവസാനമുള്ള വാല്യൂലേ കിട്ടുന്നത്. പക്ഷെ ഇവിടെ സൈൻ ഇൻവേഴ്സും കോസും കൂടി വന്നത്. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം നമ്മള്? ഇത് എന്തിനുള്ള എക്സ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എന്തിനുള്ള ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ ഇതിനായിട്ട് ഒന്ന് ഇൻവേഴ്സും അതിന്റെ തന്നെ ട്രിഗണോമെട്രിക്ക് വരണം. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ വരണ്ടേ, അതിന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അത് ഞാൻ പ്ലസ് 1 പഠിപ്പിക്കുന്നുണ്ട്. സൈൻ 90 മൈനസ് തീറ്റ അല്ലെ, സൈൻ ഇൻവേഴ്സ് സൈൻ 90 അല്ലെ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. ഇപ്പൊ പ്രശ്നം പരിഹരിച്ചില്ലേ? സൈൻ 90 മൈനസ് എക്സ് അല്ലെ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് ഇടും. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് സൈൻ ക്യാൻസൽ ആയിപ്പോ എന്നിട്ട് ബാക്കി പൈ ബൈ 2 മൈനസ് എക്സ്. ഇതിന്റെ ഇന്റഗ്രൽ പറഞ്ഞോളൂ. പൈ ബൈ 2 ഇസ് എ കോൺസ്റ്റന്റ്. പൈ ബൈ 2 കോൺസ്റ്റന്റ് ഇന്റഗ്രൽ പറഞ്ഞോളൂ. പൈ ബൈ 2 ഇൻറ്റു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. മൈനസ് എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. അതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി ചോദ്യം 24 ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 1 വേർഡ് ആയിട്ടാണ് കേട്ടോ. 23, 24 രണ്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് പുസ്തകത്തിൽ കൊടുത്തിട്ട് അവസാനം. അത് 23 വളരെ എളുപ്പമുള്ളതാണ്. അത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരും നോട്ട്ബുക്കിൽ, അതൊക്കെ ചെയ്തോണം. ഇനി ചോദ്യം 24 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത്. പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് e raised to x into 1 plus 6 whole divided by cos square e raised to x into x dx is equal to dash. ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തിനു കൊടുക്കണം? ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ ചെയ്തില്ലേ? ഇന്റഗ്രൽസ്, സ്പെഷ്യൽ ഇന്റഗ്രൽസ് ഒക്കെ പഠിച്ചത്, അതും പിന്നെ അവസാനം ട്രിഗണോമെട്രിയുടെ റിസൾട്ട് ഒക്കെ വരുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ തുടങ്ങാം. നമുക്ക് ഇതിനകത്ത് i is equal to എന്ന് കൊടുത്ത് സാധാരണ ഇതുപോലെ ബ്രാക്കറ്റ് താഴെ കോസ് സ്ക്വയറിന്റെ ബ്രാക്കറ്റിൽ വരുന്ന e raised to x into x ഉണ്ടല്ലോ, അതിന് t നിന്ന് കൊടുത്ത് നോക്കിക്കേ, എളുപ്പമായി കിട്ടുമോ നോക്കാം. താഴെ കോസ് സ്ക്വയറിന്റെ ബ്രാക്കറ്റിൽ വരുന്ന e raised to x into x നെ ഒന്ന് t കൊടുത്തു. അപ്പൊ ഉടനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ? ഇത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അതൊക്കെ ഡിഫറൻഷിയേഷൻ തിരിച്ചു വരികയാണ്. e raised to x മാത്രമല്ല, e raised to x into x ആ. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞെന്താ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഉടനെ അതാത് വേരിയബിൾസിനെ അടിസ്ഥാനമാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. e raised to x into x അല്ലേ, രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് അല്ലേ. e raised to x ആദ്യ ഫംഗ്ഷൻ, x രണ്ടാമത്തെ ഫംഗ്ഷൻ, തിരിച്ച് x into e raised to x എഴുതിയാൽ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞോളൂ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ e raised to x into derivative of x 1 plus x into e raised to x ന്റെ derivative e raised to x തന്നെ into dx ഡിഫറൻഷ്യൽ ആണ്, ഈക്വൽ ടു dt. ഇത്രയും പഠിപ്പിച്ചിട്ടും മനസ്സിലാകാത്ത കുട്ടികളും കാണും കേട്ടോ. ആദ്യം പോലുള്ള വീഡിയോസ് ശ്രദ്ധിച്ച് കേൾക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് റൂൾ ആണ് ഇത്. ഇത്രയും പ്രോഡക്റ്റ് റൂൾ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. e raised to x പുറത്തെടുക്കാൻ പാടില്ല, രണ്ടും ഓരോ e raised to x ഉണ്ട്. അപ്പൊ e raised to x into ബാക്കി 1 plus x into dx is equal to dt. ഇത് തന്നെയല്ലേ ഈ ചോദ്യത്തിന്റെ ന്യൂമറേറ്റർ. അത് മൊത്തം dt ആയി പോയില്ലേ. അതുകൊണ്ട് i എന്തായിട്ട് കിട്ടും? ഇന്റഗ്രൽ ഓഫ് 1 by cos square t into dt. 1 by cos square t എന്നുള്ളതായിരിക്കും square t dt. 1 by cos square ന് വരെ c square എന്ന് കൊടുത്തു, c
സി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? ടാൻ ടി പ്ലസ് സി, ദാറ്റ് ഈസ് ടിയുടെ സ്ഥാനത്ത് പഴയ വാല്യൂ കൊണ്ട് കൊടുത്തു, ടാൻ ഓഫ് ഇ റൈസ് ടു എക്സ് പ്ലസ്. ഇത് 4 ഓപ്ഷൻസിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്യുക. ഇനി അതിനകത്ത് എക്സാമ്പിൾ 7 ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിരുന്ന എക്സാമ്പിൾ 7 3 ചോദ്യങ്ങൾ, 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എല്ലാവരും ചെയ്യേണ്ടതാണ്, എല്ലാ കുട്ടികളും ചെയ്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ ചെയ്ത ഈ വീഡിയോ ഞാൻ പഠിപ്പിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അത് തനിയെ ചെയ്യാം. അത് ഞാൻ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതും, ഞാനത് ചെയ്യല, പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ അത് കോപ്പി അടിക്കരുത്, നിങ്ങൾ സ്വയം ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.